Hello everyone, I'm from Smash OET. I'm an OET individual trainer. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ലിസണിങ്ങിനെ കുറിച്ചാണ്. എൻ്റെ ഒട്ടുമുക്കാൽ സ്റ്റുഡൻസും എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് ലിസണിങ് നല്ല ഡിഫിക്കൾട്ടാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് എക്സാമിന് പോയിട്ട് വരുമ്പോൾ അവരെപ്പോഴും കംപ്ലൈൻ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴുള്ള മെറ്റീരിയൽസിനെക്കാട്ടിലും ഒത്തിരി സ്പീഡായിട്ടുള്ള മെറ്റീരിയൽസാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എക്സാമിനെന്ന് പറയാറുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾക്ക് സാധാരണ രീതിയിലുള്ള ഓഡിയോയും ചില ദിവസങ്ങളിൽ എക്സാമിന് നമുക്ക് ഇത്തിരി സ്പീഡ് കൂടിയ ഓഡിയോയും പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള മാർഗങ്ങളാണ് ഇതിന് നമ്മൾ സാധാരണ കുട്ടികൾക്ക് ടിപ്സായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് ലിസണിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്നത് 1.25 മോഡിലേക്ക് നമ്മുടെ ഓഡിയോ മാറ്റുക, അതിനുശേഷം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തന്നെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കും. ഒട്ടും വിഷമിക്കേണ്ട. ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ നല്ല ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് 42 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ നമ്മൾക്ക് കിട്ടുന്ന ചിലപ്പോൾ സാധാരണ സ്പീഡ് കുറഞ്ഞ് ചെയ്യുമ്പോഴുള്ളതിലും ഒത്തിരി കുറവ് ആൻസർ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. ആദ്യമൊന്നും ഒട്ടും വിഷമിക്കേണ്ട. ഡേ ബൈ ഡേ ഗ്രാജുവലി നമ്മൾക്കത് നമ്മുടെ സ്കോറ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊരു പ്രാക്ടീസ് നമ്മൾ നടത്തിയാൽ എക്സാമിന് നമ്മൾ ചെല്ലുമ്പോൾ അഥവാ അവിടെ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഇത്തിരി സ്പീഡ് കൂടിയ ഓഡിയോ നമ്മൾക്ക് ലഭിച്ചാലും നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്റ്റുഡൻസ് ഒരു ആൻസേഴ്സ് എല്ലാം എടുക്കും, അതിനുശേഷം നമ്മൾ അതിനകത്ത് ടിക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് ആൻസർ ടിക്ക് ചെയ്യുക, ഒപ്പം തന്നെ നമ്മൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് ലഭ്യമാണ് നമ്മുടെ ഓഡിയോയുടെ താഴെ. അപ്പോൾ അത് വീഡിയോ എടുത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾക്കതിൻ്റെ ഉത്തരം ലഭിക്കും. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ ആൻസർ വന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ആ ട്രാൻസ്ക്രിപ്റ്റിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഈ രണ്ട് ടിപ്സും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകും. ഇനി ആദ്യമൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. നമ്മൾ തന്നെയാണ് നമ്മുടെ ട്രൈ ചെയ്ത് നമ്മുടെ ലിസണിങ്ങിൻ്റെ സ്കോർ കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ പരിശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ട് നമ്മുടെ ഓഡിയോ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ പല പ്രാവശ്യം കേട്ട് അത് മനസ്സിലാക്കി എന്താണ് കോൺവെർസേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അതും ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ സ്കോർ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.